ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ സഞ്ചാരം തുടരുകയാണ്. മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ എന്നും നമുക്ക് സന്തോഷം പകരുന്നതാണ്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത് അതിലും വലിയ സന്തോഷമാണ്. ഇന്ന് നമ്മളുടെ യാത്രാ കാഴ്ച കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിൽ നിന്നും 48 കിലോമീറ്റർ സഞ്ചരിച്ചെത്തുന്ന ലോവർ കോതയാർ എന്ന് പറയുന്ന മനോഹരമായ വനഗ്രാമത്തിലേക്കാണ്. വളരെ പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകളും അതുപോലെ തന്നെ വനവന്യതയുമൊക്കെ കോതയാറിന്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നതാണ്. ഇതിന്റെ വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ വിവരവും കാഴ്ചകളും ഒക്കെ ലഭിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ ഒരു ഗ്രാമമാണ് കോതയാർ. സർക്കാരിന്റെ റബ്ബർ പ്ലാന്റേഷന്റെ നടുവിൽ കൂടി നമുക്ക് കോതയാറിലേക്ക് കടക്കുമ്പോൾ തന്നെ മനോഹരമായ ദൃശ്യങ്ങൾ കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കും. അതുപോലെ തന്നെ പവർ സ്റ്റേഷന്റെ കാഴ്ചകളും ഒക്കെ ഉണ്ട്. പേച്ചിപ്പാറ ഡാമിന്റെ ഒരു ഭാഗം കൂടിയാണ് ലോവർ കോതയാർ. ഇതിന്റെ തൊട്ടപ്പുറത്താണ് അപ്പർ കോതയാർ. അരിക്കൊമ്പനെ ഇട്ടിരിക്കുന്ന കോതയാറിലേക്ക് പോകുന്ന വഴി ഇതുവഴി തന്നെയാണ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. രാവിലെ 9 മണിക്ക് നമ്മൾ ഇവിടുന്ന് എൻട്രി പാസ് മേടിച്ച് കയറിയാൽ 5 മണിക്ക് തന്നെ തിരിച്ചിറങ്ങണം എന്നാണ് ഫോറസ്റ്റിന്റെ നിബന്ധന. കോതയാറിൽ ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ പരമ്പരാഗതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ക്ഷേത്രങ്ങളുമുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടു തീർക്കണമെങ്കിൽ 2 ദിവസമെങ്കിലും കോതയാറിൽ തങ്ങേണ്ടി വരും. പക്ഷേ കോതയാറിൽ നമുക്ക് തങ്ങാൻ അനുവാദമില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ ഹോട്ടലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കുകയില്ല. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ നിന്നും മാർത്താണ്ഡത്തെത്തി കഴിയുമ്പോൾ ഒരു 48 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കോതയാറിലേക്ക് പോകാം. പ്രത്യേക പെർമിഷൻ വേണമെന്നില്ല. എങ്കിൽ തന്നെയും ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പരും നമ്മുടെ അഡ്രസ്സും ഒക്കെ രേഖപ്പെടുത്തി ഫീസ് അടച്ച് മാത്രമേ അങ്ങോട്ട് കടക്കുവാൻ കഴിയൂ. എങ്കിലും ഒരു യാത്രയിൽ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ്. കോതയാർ ബ്രിട്ടീഷ് ഭരണകാലത്തെ എസ്റ്റേറ്റുകളും അവിടുത്തെ കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽപ്പുണ്ട്. കോതയാർ ഗ്രാമത്തിലെ ബാങ്കിംഗ് ഇടപാടുകളും മറ്റും നടത്തുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഓഫീസ് വഴിയാണ്. 2 ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. യാത്രക്കിടയിൽ വഴിയിൽ കണ്ട തോട്ടം തൊഴിലാളികളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത്, നോക്കിപ്പോണം, അപ്പുറത്ത് ആനയുണ്ടായിരുന്നു, ഇപ്പോൾ താഴോട്ടിറങ്ങി, അപ്രതീക്ഷിതമായി മുന്നിലെത്താം, പക്ഷെ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചാൽ നന്ന്, സ്കൂട്ടറിൽ കുറച്ച് റിസ്ക് ആണ് അങ്ങോട്ടുള്ള വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര എന്നാണ് അവർ പറഞ്ഞത്. എങ്കിലും ഈ കാഴ്ചകളൊക്കെ മനസ്സിനെ മതിക്കുന്ന കാഴ്ചകളായതിനാൽ ഗ്രീൻ മീഡിയ വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സഞ്ചാരികൾ അധികമെത്താത്ത തമിഴ്നാട്ടിലെ മനോഹരമായ ഒരു പ്രദേശമാണ്, വനഗ്രാമമാണ് കോതയാർ. ഇനിയും മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിൽ കോതയാറിന്റെ മുഴുവനായുള്ള വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്കിൽ കയറി കാണുക. അപ്പോൾ ഇനിയും അടുത്ത കാഴ്ചകളുമായി വീണ്ടും എത്താം.